സോ ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെൽ ആൻഡ് സെൽ ഓർഗനൈൽസ് കെമിസ്ട്രി ആൻഡ് ഫങ്ഷൻ. സോ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ചാപ്റ്റർ എന്ന് പറയാം. ഇത് നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിച്ചാൽ ഭയങ്കര എളുപ്പമാണ് ഈ ചാപ്റ്റർ. സോ എൻ്റെ കൂടെ ഒപ്പം നിങ്ങൾ ഉണ്ടാവണം. നമുക്ക് ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് സെൽസിനെ കുറിച്ച് പഠിക്കാൻ പോവാണ്. സെൽസ് എന്താണെന്ന് നിങ്ങൾക്ക് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. ഇതാണ് നമ്മുടെ സെല്ല്. നമ്മൾ എന്ത് ചെയ്യുന്നു, എന്താണ് സെൽസിനെ കുറിച്ച് പറയുന്നത് ഒക്കെ നമുക്ക് നോക്കാം. ഓൾ ഓർഗാനിസം ആർ ബിൽഡ് ഫ്രം സെൽസ്. ഓൾ അനിമൽസ് ടിഷ്യൂ ഇൻക്ലൂഡിംഗ് ഹ്യൂമൻ ആർ ഓൾസോ ഓർഗനൈസ്ഡ് ഫ്രം കളക്ഷൻ ഓഫ് സെൽ. ദ സെൽ ഈസ് ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ലൈഫ്. ഇഫ് ദ സെൽ ഡൈ, ടിഷ്യൂ ആൾസോ ഡൈ ആൻഡ് ഇറ്റ് കനോട്ട് ഫങ്ഷൻ. എന്താണ് പറയുന്നത്, നമ്മളുടെ ഓരോ ഓർഗാനിസവും നിർമ്മിച്ചിരിക്കുന്നത് സെൽസ് വെച്ചാണ്. പിന്നെ പറയുന്ന പോയിൻ്റ് എന്താണ്, ഓൾ അനിമൽ ടിഷ്യൂ ഇൻക്ലൂഡിങ് ഹ്യൂമൻ ആർ ആൾസോ ഓർഗനൈസ്ഡ് ഫ്രം കളക്ഷൻ ഓഫ് സെൽ. എല്ലാ ജീവജാലങ്ങളും ഇൻക്ലൂഡിങ് ഹ്യൂമൻസ് ആൾസോ നിർമ്മിച്ചിരിക്കുന്നത് ഒരു കൂട്ടം സെൽസ് വെച്ചിട്ടാണ്. മനസ്സിലായല്ലോ. പിന്നെ ദ സെൽ ഈസ് ദ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ലൈഫ്. സെൽ എന്ന് പറയുന്നത് ഒരു ജീവൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്നറിയപ്പെടുന്നത് സെല്ലാണ്. അപ്പോൾ ഇഫ് സെൽ ഡൈ, ടിഷ്യൂ ആൾസോ ഡൈ ആൻഡ് ഇറ്റ് കനോട്ട് ഫങ്ഷൻ. സെല്ല് മരിക്കുകയാണെങ്കിൽ ടിഷ്യൂ മരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, അവിടെ ഒരു ഫങ്ഷൻസും നടക്കത്തില്ല. അപ്പോൾ ഇത്രയും മനസ്സിലായി വിചാരിക്കുന്നു. ഇനി അടുത്ത പോയിന്റ്സിലോട്ട് പോകാം. മോഡേൺ സെൽ തിയറി. മോഡേൺ സെൽ തിയറി എന്ന് പറയുന്നത് നോക്കാം. മോഡേൺ സെൽ തിയറി ക്യാൻ ബി ഡിവൈഡ് ഇൻ ടു ദ ഫോളോയിങ് ഫണ്ടമെൻ്റൽ സ്റ്റേറ്റ്മെൻറ്റ്. ഒന്നാമത്തത്, സെൽസ് മേക്ക് അപ്പ് ഓൾ ലിവിങ് മാറ്റർ. ഓൾ സെൽസ് അറൈസ് ഫ്രം അതർ സെൽസ് and the genetic information required during the maintenance of existing cells and the production of new cells passes from one generation to the other next generation. And last one, the chemical reaction of an organism, that is its metabolism. Both anabolism and catabolism it take place in the cell. എന്താണ് ഇത് പറയുന്നത്, മോഡേൺ സെൽ തിയറി നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഒന്നാമത്, സെൽ മേക്കപ്പ് ഓൾ ലിവിങ് മാറ്റർ. എന്താണ്, ഈ സെൽസ് എല്ലാ ജീവജാലങ്ങളെയും ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ. രണ്ടാമത്തെ പോയിന്റ്, ഓൾ സെൽസ് അറൈസ് ഫ്രം അതർ സെൽസ്. എല്ലാ സെൽസും മറ്റ് സെൽസുകളിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. മനസ്സിലായ രണ്ടാമത്തെ പോയിന്റ്. ഓക്കെ. പിന്നെ മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, ജനറ്റിക് ഇൻഫോർമേഷൻ റിക്വയർഡ് ഡ്യൂറിങ് ദ മെയിൻ്റനൻസ് ഓഫ് എക്സിസ്റ്റിംഗ് സെൽസ് ആൻഡ് ദ പ്രൊഡക്ഷൻ ഓഫ് ന്യൂ സെൽസ് പാസിംഗ് ഫ്രം വൺ ജനറേഷൻ ടു ദ നെക്സ്റ്റ് ജനറേഷൻ. എന്താണ്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സെൽസ് അല്ലെങ്കിൽ നിലവിലുള്ള സെൽസ് അതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടും പിന്നെ ന്യൂ ആയിട്ടുള്ള സെൽസിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടും ആവശ്യമായ ജനറ്റിക് ഇൻഫോർമേഷൻ എന്ത് ചെയ്യുന്നു, ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറുന്നു എന്നാണ് പറയുന്നത്. അപ്പം ആ പോയിന്റ് ക്ലിയർ ആയല്ലോ. പിന്നെ നാലാമത്തെ പോയിന്റ് എന്താണ്, ദ കെമിക്കൽ റിയാക്ഷൻ ഓഫ് ആൻ ഓർഗാനിസം, ദാറ്റ് ഈസ് ഇറ്റ്സ് മെറ്റബോളിസം. ബോത്ത് അനബോളിസം ആൻഡ് കാറ്റബോളിസം ഇറ്റ് ടേക്ക് പ്ലേസ് ഇൻ സെൽ. അപ്പം സെൽ ഓർഗാനിസത്തിൻ്റെ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് മെറ്റബോളിസമാണ്. അപ്പം മെറ്റബോളിസം നമുക്ക് എന്ത് ചെയ്യാം, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. എന്ത്, അനബോളിസം ആയിട്ടും കാറ്റബോളിസം ആയിട്ടും. ഇത് രണ്ടും ടേക്ക് പ്ലേസ് ചെയ്യുന്നത് എവിടെയാണ്, സെൽസിലാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. 4 പോയിന്റ്സും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സെൽസിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എന്താ നോക്കാം. ടൈപ്സ് ഓഫ് സെൽസ്. ഇൻ ജനറൽ 2 ടൈപ്പ് ഓഫ് സെൽസ് എക്സിസ്റ്റ് ഇൻ നാച്ചർ. അപ്പോൾ എന്താണ്, ദേ ആർ പ്രോകാരിയോട്ടിക് സെൽ ആൻഡ് യൂകാരിയോട്ടിക് സെൽ. രണ്ട് രീതിയിലാണ് ഈ സെൽസിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഒന്നാമത്തത് പ്രോകാരിയോട്ടിക്കും രണ്ടാമത്തത് യൂകാരിയോട്ടിക്കും. സോ ഒന്നാമത്തെ ആളെ നമുക്ക് നോക്കാം, പ്രോകാരിയോട്ടിക്. സോ ഈ ഫിഗർ നോക്കാം, പ്രോകാരിയോട്ടിക് സെല്ലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്രോകാരിയോട്ടിൻ്റെ ഫിഗർ നോക്കൂ. ഇതിന് സെൽ വാൾ ഉണ്ട്, അതേപോലെ തന്നെ സൈറ്റോപ്ലാസം ഉണ്ട്, പിന്നെ സെൽ മെംബ്രെയിൻ ഉണ്ട്, റൈബോസം ഉണ്ട്, പ്ലാസ്മിഡ് ഉണ്ട്, ഫ്ലജല്ല ഉണ്ട്, ന്യൂക്ലിയോയിഡ് ഉണ്ട്, പിലി ഉണ്ട് ആൻഡ് ക്യാപ്സ്യൂൾ ഉണ്ട്. ഈ ഒരു ഫിഗർ നന്നായിട്ട് നോക്കാം. അപ്പം ഓരോന്നിൻ്റെയും ഫങ്ഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെയുള്ള വീഡിയോസിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. സോ നമ്മൾ എന്ത് ചെയ്യാം, പ്രോകാരിയോട്ടിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. പ്രോകാരിയോട്ടിക് സെൽസ്. ടിപ്പിക്കൽ പ്രോകാരിയോട്ടിക് സെൽസ് ഇൻക്ലൂഡ് ബാക്ടീരിയ ആൻഡ് സൈനോബാക്ടീരിയ. മോസ്റ്റ് സ്റ്റഡീഡ് പ്രോകാരിയോട്ടിക് സെൽസ് ഈസ് ഇക്കോളൈ. എന്താണ് ഇവിടെ പറയുന്നത്, സാധാരണയായിട്ടുള്ള പ്രോകാരിയോട്ടിക് സെൽസ് ഇൻക്ലൂഡഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ്, ബാക്ടീരിയനെയും സൈനോബാക്ടീരിയനെയാണ്. അതൊരു പോയിന്റ്. പിന്നെന്ന് വെച്ചാൽ മോസ്റ്റ്ലി നമ്മൾ സ്റ്റഡി ചെയ്യുന്ന പ്രോകാരിയോട്ടിക് ആരാണ്, ഇക്കോളിയാണ്. ഓക്കെ. നമുക്ക് പ്രോകാരിയോട്ടിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പ്രോ എന്ന് പറയുന്നത് എന്താണ്, ബിഫോർ എന്നാണ് മീനിങ്. അതേപോലെ തന്നെ കാരിയോട്ടിക് എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ്. കാണിക്കും ബിഫോർ ന്യൂക്ലിയസ് ആണ് ഈ പ്രോകാരിയോട്ടിക് എന്ന്
മീനിങ് ചെയ്യുന്നത്. ഇത് ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തേക്കുന്നത്. പിന്നെ വേറെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇത് കിങ്ഡം മൊനീറയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഈ സെൽസിനെയാണ്. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാം, ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 0.1 to 5.0 മൈക്രോമീറ്റർ. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള സെൽ എന്ന് ഈ പ്രൊക്കാരിയോട്ടിക് സെൽസിനെ അറിയപ്പെടും. അതേപോലെ തന്നെ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആണ് ഈ പ്രൊക്കാരിയോട്ടിക് സെൽസ്. പിന്നെ നമുക്കടുത്തായിട്ട് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഇറ്റ് ഹാസ് എ മിനിമം ഓഫ് ഇൻറ്റേർണൽ ഓർഗനൈസേഷൻ ആൻഡ് സ്മോളർ ഇൻ സൈസ്. It does not have any membrane-bound organelle. Its genetic material is not enclosed by a nuclear membrane. Its DNA is not complexed with histone. Histone are not found in prokaryotic cells. Its respiratory system is closely associated with its plasma membrane, and also its sexual reproduction does not involve mitosis or meiosis. അപ്പോൾ എന്ത് ചെയ്യാം, ഓരോ പോയിന്റ് എടുത്ത് മനസ്സിലാക്കാം. ഒന്നാമത്തെ എന്ത് പറയുന്നു, ഇറ്റ് ഹാസ് എ മിനിമം ഓഫ് ഇൻറ്റേർണൽ ഓർഗനൈസേഷൻ ആൻഡ് സ്മോളർ ഇൻ സൈസ്. ഇതെന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ ഇൻറ്റേർണൽ ഓർഗനൈസേഷൻ ഉള്ളതും അതേപോലെ തന്നെ സ്മോളസ്റ്റ് ആയിട്ടുള്ള സൈസിലാണ് ഈ പ്രൊക്കാരിയോട്ടിക് സെൽസ് കാണപ്പെടുന്നത്. അത് ഇതിൻ്റെ ഒരു സ്വഭാവ ഗുണമാണ്. രണ്ടാമത്, ഇറ്റ് ഡസ് നോട്ട് ഹാവ് എനി മെംബ്രെയിൻ ബൗണ്ട് ഓർഗനെയിൽ. ഇതിന് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനെയിൽസ് ഇല്ല. എന്തൊക്കെയായിരുന്നു നമുക്ക് പറയാം, നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, മൈറ്റോകോൺട്രിയ ഉണ്ട്, ഗോൾഗി ബോഡീസ് ഉണ്ട്. ഈ പറഞ്ഞ ഐറ്റംസ് എന്ത് ചെയ്യുന്നു, ഇവിടെ കാണപ്പെടുന്നില്ല. അത് ഇതിൻ്റെ ഒരു സ്വഭാവ ഗുണമാണ്. ഓക്കെ, ഇറ്റ്സ് ജനറ്റിക് മെറ്റീരിയൽ ഈസ് നോട്ട് എൻക്ലോസ്ഡ് ബൈ എ ന്യൂക്ലിയർ മെംബ്രെയിൻ. ഇതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ കൊണ്ട് പൊതിഞ്ഞിട്ടില്ല. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ഇറ്റ്സ് DNA ഈസ് നോട്ട് കോംപ്ലക്സ്ഡ് വിത്ത് ഹിസ്റ്റോൺസ്. ഹിസ്റ്റോൺസ് ആർ നോട്ട് ഫൗണ്ട് ഇൻ പ്രൊക്കാരിയോട്ടിക് സെൽസ്. ഇതിൻ്റെ DNA ഹിസ്റ്റോൺസുകളായിട്ട് കോംപ്ലക്സ്ഡുമല്ല. അപ്പോൾ നമുക്കെന്ത് പറയാം, ഈ പ്രൊക്കാരിയോട്ടിക് സെൽസിൽ എന്ത് കാണുന്നില്ല, ഹിസ്റ്റോൺസ് കാണപ്പെടുന്നില്ല. ഓക്കെ, അടുത്ത പോയിന്റ്, ഇറ്റ്സ് റെസ്പിറേറ്ററി സിസ്റ്റം ഈസ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്സ് പ്ലാസ്മ മെംബ്രെയിൻ. എന്താണ് പറയുന്നത്, ഇതിൻ്റെ റെസ്പിറേറ്ററി സിസ്റ്റം എന്താണ്, പ്ലാസ്മ മെംബ്രെയിനുമായിട്ട് അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇറ്റ്സ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഡസ് നോട്ട് ഇൻവോൾവ് മൈറ്റോസിസ് ആൻഡ് മിയോസിസ്. എന്താണ്, ഇതിൻ്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻസ് എന്ത് ചെയ്യുന്നു, മൈറ്റോസിസും അല്ലെങ്കിൽ മിയോസിസ് എന്ത് ചെയ്യും, ഇവിടെ ഇൻവോൾവ് ആവുന്നില്ല. ഇത്രയാണ് പ്രൊക്കാരിയോട്ടിക് സെൽസിൻ്റെ സ്വഭാവ ഗുണങ്ങൾ. യൂക്കാരിയോട്ടിക് സെൽസ് എന്താണ് പറയുന്നത് നോക്കാം. യൂക്കാരിയോട്ടിക് സെൽസ് എന്താണ് യൂക്കാരിയോട്ടിക് എന്ന് പറഞ്ഞത്, യു എന്ന് ഇവിടെ മീനിങ് ചെയ്യുന്നത് ട്രൂ എന്നാണ്. അപ്പം കാരിയോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ന്യൂക്ലിയസ്. പ്രൊക്കാരിയോട്ടിക് എന്തായിരുന്നു, ബിഫോർ ന്യൂക്ലിയസ്. അപ്പം യൂക്കാരിയോട്ടിക് എന്താണ്, ട്രൂ ന്യൂക്ലിയസ്. അപ്പം ഇതിലെന്തോ വലിയ സംഭവമുണ്ട് അല്ലേ, എന്താണെന്ന് പോയി നോക്കാം. ഇറ്റ്സ് ഇൻക്ലൂഡ് പ്രൊട്ടിസ്റ്റ്, ഫംഗി, പ്ലാന്റ്സ്, അനിമൽസ് ഇൻക്ലൂഡിങ് ഹ്യൂമൻ ആൾസോ. ദിസ് സെൽസ് ആർ ലാർജർ ഇൻ സൈസ്. അതായത് ഈ നമ്മുടെ ഈ യൂക്കാരിയോട്ടിക് സെൽസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ആരൊക്കെയാണ്, പ്രൊട്ടിസ്റ്റ്, ഫംഗി, പ്ലാന്റ്സ്, അനിമൽസ് ആൻഡ് ആൾസോ ഹ്യൂമൻ. ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു യൂക്കാരിയോട്ടിക് സെൽസ് വളരെ വലുതാണ്. എത്ര ആയിരിക്കും ഇതിൻ്റെ സൈസ്, 5 to 100 മൈക്രോമീറ്ററാണ്. 100 മൈക്രോമീറ്ററാണ് ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് നോക്കിയാലോ. ഇറ്റ് ഹാസ് കൺസിഡറബിൾ ഡിഗ്രി ഓഫ് ഇൻറ്റേർണൽ സ്ട്രക്ചർ വിത്ത് എ ലാർജ് നമ്പർ ഓഫ് ഡിസ്റ്റിങ്റ്റീവ് മെംബ്രെയിൻ എൻക്ലോസ് ഹാവിംഗ് സ്പെസിഫിക് ഫങ്ഷൻ. ന്യൂക്ലിയസ് ഈസ് ദ സൈറ്റ് ഫോർ ഇൻഫോർമേഷൻ കമ്പോണൻറ്റ്സ് കളക്റ്റീവ്ലി കാൾഡ് ക്രോമാറ്റിൻ. Sexual reproduction involves both the mitosis and meiosis. The respiratory site is the mitochondria. In the plant cells, the site of conversion of radiant energy to chemical energy is the highly structured chloroplast. എന്താണ് അതൊക്കെ പറയുന്നത്, നമുക്ക് നോക്കാം. സോ ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, ഇറ്റ് ഹാസ് കൺസിഡറബിൾ ഡിഗ്രി ഓഫ് ഇൻറ്റേർണൽ സ്ട്രക്ചർ വിത്ത് എ ലാർജ് നമ്പർ ഓഫ് ഡിസ്റ്റിങ്റ്റീവ് മെമ്പർ എൻക്ലോസിങ് ഹാവിങ് സ്പെസിഫിക് ഫങ്ഷൻ. പ്രത്യേകം അല്ലെങ്കിൽ സ്പെസിഫിക് ഫങ്ഷൻസുകളുള്ള ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള മെംബ്രെയിനുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അടുത്ത പോയിന്റ് ക്ലിയർ ആയല്ലോ. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്, ന്യൂക്ലിയസ് ഈസ് ദ സൈറ്റ് ഫോർ ഇൻഫോർമേഷണൽ കമ്പോണൻറ്റ്സ് കളക്റ്റീവ്ലി കോൾഡ് ക്രോമാറ്റിൻ. ഈ
ക്രൊമാറ്റിൻ എന്ന് വിളിക്കപ്പെടുന്ന ഇൻഫോർമേഷണൽ കമ്പോണൻസിൻ്റെ സൈറ്റ് ആണ് നമ്മളുടെ ഈ ന്യൂക്ലിയസ്. പിന്നെ അതേപോലെ തന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻസ് ഇൻക്ലൂഡഡ് ആണ് ഈ ബോത്ത് മൈറ്റോസിസും മിയോസിസും എന്തെങ്കിലും ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഇവരുടെ റെസ്പിറേറ്ററി സൈറ്റ് എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയാണ്, അതായത് നമ്മുടെ പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് അറിയപ്പെടുന്ന ആൾ. എന്താണ് ഇൻ ദ പ്ലാന്റ് സെൽ ദ സൈറ്റ് ഓഫ് ദ കൺവേർഷൻ ഓഫ് ദ റേഡിയൻറ്റ് എനർജി ടു കെമിക്കൽ എനർജി ഈസ് ഹൈലി സ്ട്രക്ചറൽ ക്ലോറോപ്ലാസ്റ്റ്. അതായത് പ്ലാന്റ് സെൽസിൻ്റെ വലിയായിട്ടുള്ള സ്ട്രക്ചറൽ ക്ലോറോപ്ലാസ്റ്റുകളുണ്ട്. ഇവരാണ് എന്ത് ചെയ്യുന്നത്, ഈ റേഡിയൻറ്റ് എനർജീനെ എന്ത് ചെയ്യുന്നു, കെമിക്കൽ എനർജി ആയിട്ട് മാറ്റുന്ന ആൾക്കാരെന്ന് പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ യൂക്കാരിയോട്ടിക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, പ്രൊക്കാരിയോട്ടിക്കും യൂക്കാരിയോട്ടിക് സെൽസിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒരു ഇൻഫോർമേഷനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവർ രണ്ടുപേരെ എടുത്തിട്ട് ഇവർ നമ്മളുടെ ഡിഫറൻസ് നമുക്ക് നോക്കി മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, സോ എൻ്റെ കൂടെ പോന്നേക്കണം ഇസെൻഷ്യൽ ഡിഫറൻസ് ഓഫ് പ്രൊക്കാരിയോട്ടിക് ആൻഡ് യൂക്കാരിയോട്ടിക് സെൽസ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു ചെറു കാണിച്ചു തരാം. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൊക്കാരിയോട്ടിക് യൂക്കാരിയോട്ടിൻ്റെ കുറച്ച് പോയിൻറ്റ്സ് നമുക്ക് നോക്കി പഠിക്കാം. ഒന്നാമതായിട്ട് പ്രൊക്കാരിയോട്ടിക്കിൻ്റെ കാര്യം പറയുന്നത് വെച്ചാൽ സ്മോളർ ഇൻ സൈസ് അബൌട്ട് 1 to 10 മൈക്രോമീറ്റർ. അതാണ് പ്രൊക്കാരിയോട്ടിക്കിൻ്റെ സെൽസിന് വെരി സിംപ്ലസ്റ്റ് സെല്ലാണ്. അതേപോലത്തെ യൂക്കാരിയോട്ടിക്കാൻ പേരാണെങ്കിലോ ലാർജർ ഇൻ സൈസ് 10 to 100 മൈക്രോമീറ്റർ ഓർ മോർ ദാൻ. ലാർജർ ഇൻ സൈസാണ് അതിൻ്റെ സൈസ് വരുന്നത്. ഏകദേശം 10 to 100 മൈക്രോമീറ്റർ ആണെന്ന്, അതിൽ കൂടുതലും വരാം. പറയുന്നത് എന്താ, മെയിൻലി യൂണിസെല്ലുലറാണ്. അത് നോട്ട് ചെയ്യാം. പിന്നെ ഇതിവിടെ പറയുന്നത് മെയിൻലി മൾട്ടി സെല്ലുലാർ. കാരണം നമ്മൾ പറഞ്ഞു, നമ്മൾ ഹ്യൂമൻസ് വരുന്നുണ്ട്, പ്രൊട്ടിസ്റ്റ് വരുന്നുണ്ട്, പിന്നെ പറയുന്നത് ഫംഗി വരുന്നുണ്ട്, അങ്ങനത്തെ പല ആൾക്കാരൊക്കെ വരുന്നതൊക്കെ ഈ ഒരു യൂക്കാരിയോട്ടിക് സെൽസിലാണ്. അപ്പോൾ അവരൊക്കെ എന്താ, നമ്മൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ വരെ അനിമൽസും ഹ്യൂമൻസും പ്രൊട്ടിസ്റ്റ് ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ എന്താണ്, മൾട്ടി സെല്ലുലാറാണ്. സോ സെവറൽ ഡിഫറെൻറ്റ് ടൈപ്സ് പ്രസൻറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. മൂന്നാമത്തത് സിംഗിൾ മെംബ്രെയിൻ സറൗണ്ടഡ് ബൈ റിജിഡ് സെൽ വാൾ. ഇവിടെ ആലോചിക്കേണ്ടത് പ്രൊക്കാരിയോട്ടിക് എന്താണ്, സിംഗിൾ മെംബ്രെയിൻ ആണുള്ളത്. അതിനെ സിംഗിൾ മെംബ്രെയിനിൽ കൂടെ ചുറ്റിയിട്ട് എന്ത് അവർക്ക് റിജിഡ് സെൽ വാൾ ഉണ്ട്. നോട്ട് ചെയ്യുക. ഓക്കെ, യൂക്കാരിയോട്ടിക്കിലാണെങ്കിലോ ഇവിടെ വരുന്നത് ലിപ്പിഡ് ബൈലെയർ മെംബ്രെയിൻ വിത്ത് പ്രോട്ടീൻസ്. ഈ ഒരു കമ്പാരിസൺ നിങ്ങളൊന്നും മറക്കരുത്. ആണ് ഈ പ്രൊക്കാരിയോട്ടിക്കിന് ഒരു സിംഗിൾ മെംബ്രെയിൻ ഉണ്ട്, അതിനെ കവർ ചെയ്തേക്കുന്നത് എന്താണ്, റിജിഡ് സെൽ വാൾ വെച്ചിട്ടാണ് ഈ സിംഗിൾ മെംബ്രെയിനെ കവേർഡ് ആക്കിയേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യൂക്കാരിയോട്ടിക്കിന് എങ്ങനെയായിരിക്കും, ലിപ്പിഡ് ബൈലെയർ മെംബ്രെയിൻ ആണുള്ളത്. അതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു, ഈ ലിപ്പിഡ് ബൈലെയർ മെംബ്രെയിനിൽ എന്തുണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്. ഇങ്ങനെ ലിപ്പിഡ് ബൈലെയർ ആണ്, അതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു, കുറേ പ്രോട്ടീൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നാലാമത്തെ പോയിന്റ്, ഇത് അനേറോബിക്കുമാകാം എയറോബിക്കുമാകാം. അങ്ങനെയാണ് യൂക്കാരിയോട്ടിക്കിലോ ഇത് എയറോബിക്കാണ്. അപ്പോൾ എന്താണ് ഈ അനേറോബിക്കും എയറോബിക്കും തമ്മിലുള്ള ഡിഫറൻസ്? ലൈക്ക് ഓക്സിജൻ്റെ പ്രസൻസ് മൂലം റെസ്പിറേഷൻ നടത്തുന്ന സെൽസാണ് എയറോബിക് എന്ന് പറയുന്നത്, എയറോബിക് സെൽസ്. അപ്പോൾ നമ്മൾ യൂക്കാരിയോട്ടിക് സെൽസൊക്കെ ആ ടൈപ്പാണ്. അപ്പം അനേറോബിക് പ്രൊക്കാരിയോട്ടിക് സെൽസിൽ രണ്ടുമുണ്ട്. ഓക്സിജൻ്റെ പ്രസൻസ് വേണമെന്നുണ്ട്, വേണ്ടാത്ത ആൾക്കാരും ഉണ്ട്. അത്രേ ഉള്ളൂ. സോ അഞ്ചാമത്തെ പോയിൻ്റാണ് നോട്ട് വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ്, ഒൺലി എ ന്യൂക്ലിയർ സോൺ വിത്ത് DNA. അതായത് ഹിസ്റ്റോൺ ആബ്സെൻ്റ് ആണെന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ യൂക്കാരിയോട്ടിക്കിലാണോ, ന്യൂക്ലിയസ് വെൽ ഡിഫൈൻഡ് ആണ്. 4 to 6 മൈക്രോമീറ്റർ ആണ് അതിൻ്റെ ഡയമീറ്റർ. അതേപോലെ ഇത് കണ്ടെയ്ൻ ചെയ്യുന്നു DNA സറൗണ്ടഡ് ബൈ പെരി ന്യൂക്ലിയർ മെംബ്രെയിൻ. ഇവിടെ എന്താണ് നമുക്ക് പറയാം, ഹിസ്റ്റോൺസ് പ്രസൻറ്റഡ് ആണെന്ന് പറയാം അല്ലേ. അപ്പം ഇവിടെ ഹിസ്റ്റോൺസ് ആബ്സെൻ്റ് ആണ്. അതായത് നോക്കാം, കുറച്ചുകൂടി ക്ലിയർ ആക്കി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഈ പ്രൊക്കാരിയോട്ടിക് സെൽസ് നമ്മൾ എന്ത് ചെയ്യുന്നു, എടുക്കുന്നു. ഇതാ നമ്മുടെ പ്രൊക്കാരിയോട്ടിക് സെൽസ് നോക്കൂ. ഇവിടെ എന്ത് ചെയ്യുന്നു, കാണുന്നു, ന്യൂക്ലിയസ് കാണപ്പെടുന്നില്ല, അതിൻ്റെ മെംബ്രെയിൻ കാണപ്പെടുന്നില്ല. ഇവിടെ എന്തോ അടിച്ച് ഇങ്ങനെ കുഴച്ച് എന്തൊക്കെയോ ഇട്ടേക്കുന്നു. ഇവിടെയാണ് DNA, അതായത് ഇവിടെ ഹിസ്റ്റോൺസ് കാണപ്പെടുന്നില്ല. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊക്കാരിയോട്ടിക്കിലും യൂക്കാരിയോട്ടിക്ക് നോക്കൂ. ഇപ്പോൾ യൂക്കാരിയോട്ടിക്ക് ഇവിടെ ന്യൂക്ലിയസ് കാണുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ന്യൂക്ലിയർ മെംബ്രെയിൻ അതിന് ചുറ്റുമുണ്ട്. യൂക്കാരിയോട്ടിക്കിന് ന്യൂക്ലിയസിൻ്റെ ന്യൂക്ലിയർ മെംബ്രെയിനൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ പ്രൊക്കാരിയോട്ടിക്കിന് എന്തില്ല, ഈ പറഞ്ഞ ന്യൂക്ലിയസ് ഇല്ല, ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ല. പക്ഷേ എന്തുണ്ട്, ഒരു DNA അവിടെ ഉണ്ട്. അതെങ്ങനെയാണ്, ഈ ഒരു ന്യൂക്ലിയർ സോണിൽ DNAs ഇവിടെ കാണപ്പെടുന്നുണ്ട്. ഈ ഒരു ന്യൂക്ലിയർ സോണിൽ ഈ DNA കാണപ്പെടുന്ന ഈ ഒരു ഭാഗത്തിന് നമ്മൾ എന്ത് പറയാം, ന്യൂക്ലിയോയിഡ് എന്ന് പറയാം. ഇങ്ങനെയാണ് ന്യൂക്ലിയോയിഡ്. ഓക്കെ, അതൊരു പോയിൻ്റ് ആണല്ലോ. നമുക്കെന്ന് പറയാം, അവിടെ പ്രൊക്കാരിയോട്ടിൽ ഹിസ്റ്റോൺസ് ആബ്സെൻ്റ് ആണെന്ന് മനസ്സിലായി. പക്ഷേ നമ്മളുടെ യൂക്കാരിയോട്ടിൽ ആരൊക്കെ ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയോളസ് ഉണ്ട്, അതിന് ചുറ്റുമായിട്ട് ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്. ഓക്കെ, പ്രൊക്കാരിയോട്ടിക്കിലെ ആറാമത്തെ പോയിൻ്റാണ് അവർക്ക് ന്യൂക്ലിയൈ ഇല്ല. സോ നോ ന്യൂക്ലിയൈ. അങ്ങനെയാണെങ്കിൽ യൂക്കാരിയോട്ടിക് സെൽസിന് എന്തുണ്ട്, ന്യൂക്ലിയസ് പ്രസൻ്റ് ആണ് ആൻഡ് റിച്ച് ഇൻ RNA. അങ്ങനെയാണെങ്കിൽ ഏഴാമത്തെ പോയിൻ്റ്, സൈറ്റോപ്ലാസം കണ്ടെയ്ൻ നോ സെൽ ഓർഗനൈൽ. സൈറ്റോപ്ലാസത്തിൽ എന്തില്ല, സെൽ ഓർഗനൈൽസ്
ഇല്ല. അതായത് ഗോൾഗി ബോഡീസ്, മൈറ്റോകോൺട്രിയ ഇങ്ങനെ പറഞ്ഞ ആൾക്കാരൊന്നും ഇവിടെ പ്രൊക്കാരിയോട്ടിക് സെൽസിൻ്റെ സൈറ്റോപ്ലാസത്തിൽ കാണപ്പെടുന്നില്ല, ഈ പറഞ്ഞ സെൽ ഓർഗനൈൽസ്. പക്ഷേ നേരെ തിരിച്ച് യൂക്കാരിയോട്ടിക് സെൽസിൽ മെംബ്രെയിൻ ബൗണ്ട് സെൽസ് ഓർഗനൈൽസ് ആർ പ്രസൻറ്റ്. ഈ പറഞ്ഞ മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൈൽസ് ഒക്കെ എന്താണ് പ്രസൻറ്റഡ് ആണ്. അടുത്ത പോയിൻ്റാണ് റൈബോസം പ്രസൻറ്റ് ഫ്രീ ഇൻ സൈറ്റോപ്ലാസം. അതായത് സൈറ്റോപ്ലാസത്തിൽ റൈബോസം വളരെ ഫ്രീ ആയിട്ടാണ് ഇവിടെ കാണപ്പെടുന്നത് നമ്മുടെ പ്രൊക്കാരിയോട്ടിക്കിൽ. അങ്ങനെയാണെങ്കിൽ യൂക്കാരിയോട്ടിക്കിൽ എങ്ങനെയായിരിക്കും? റൈബോസം സ്റ്റഡഡ് ഓൺ ഔട്ടർ സർഫസ് ഓഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അങ്ങനെയാണ് നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ സ്റ്റഡഡ് ആയിട്ടാണ് റൈബോസം കാണപ്പെടുന്നത്. ഇങ്ങനെ നമ്മുടെ യൂക്കാരിയോട്ടിക്കിൽ. അടുത്ത പോയിൻ്റാണ് ഈ ഒരു പ്രൊക്കാരിയോട്ടിക് സെൽസിൻ്റെ മൈറ്റോകോൺട്രിയ ആബ്സെൻറ്റ് ആൻഡ് എൻസൈംസ് ഓഫ് എനർജി മെറ്റബോളിസം ബൗണ്ട് ടു മെംബ്രെയിൻ. അപ്പം ഈ ഒരു പ്രൊക്കാരിയോട്ടിക്കിന് എന്തിൻ്റെ മൈറ്റോകോൺട്രിയ ഇല്ല. പിന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൊക്കാരിയോട്ടിക് സെൽസിൻ്റെ സൈറ്റോപ്ലാസം എന്ത് ചെയ്യുന്നു? അവർ ATPനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി പ്രൊക്കാരിയോട്ടിക് സെൽസിൽ ഒരു പ്രത്യേകമായിട്ടുള്ള എൻസൈംസ് എന്ത് ചെയ്യുന്നു? പ്രസൻറ്റഡ് ആണ്. ഈ ഒരു ATP പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഈ ഒരു പ്രൊക്കാരിയോട്ടിക് സെൽസ് അവരുടെ സെൽ മെംബ്രെയിനിൽ ETC അഥവാ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ സിസ്റ്റമാണ് ഇവർ ഉപയോഗിക്കുന്നത്. അങ്ങനെയാണ് ഇവരെന്ത് ചെയ്യുന്നത്? എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്ത നമ്മുടെ യൂക്കാരിയോട്ടിക് സെൽസിനെ കുറിച്ച് എന്താണ് പറയുന്നത്? യൂക്കാരിയോട്ടിക് സെൽസിൽ എന്തുണ്ട്? മൈറ്റോകോൺട്രിയ പ്രസൻറ്റഡ് ആണ്. യൂക്കാരിയോട്ടിക് സെൽസിൻ്റെ പോയിന്റ് ഇതാണ്: mitochondria present powerhouse of the cell. Enzymes of energy metabolism are located in mitochondria. Eukaryotic cells എന്താണ് പറയുന്നത്? Mitochondria present powerhouse of the cell. Enzyme of energy metabolism are located in mitochondria. അതായത് ഈ ഒരു മൈറ്റോകോൺട്രിയ ഇവിടെ യൂക്കാരിയോട്ടിക് സെൽസിൽ പ്രസൻറ്റഡ് ആണ്. മൈറ്റോകോൺട്രിയ നമ്മൾ എന്ത് ചെയ്യുന്നു? പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അടുത്ത പോയിന്റ് ഇതാണ്: ഈ ഒരു എനർജി മെറ്റബോളിസത്തിൻ്റെ എൻസൈംസുകൾ ലൊക്കേറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ മൈറ്റോകോൺട്രിയയിലാണ്. അടുത്ത 10ാമത്തെ പോയിൻ്റാണ് ഈ പറഞ്ഞ പ്രൊക്കാരിയോട്ടിക്കിന് ഗോൾജി അപ്പാരറ്റസ് എന്താണ്? ആബ്സെൻ്റ് ആണെന്നാണ് പറയുന്നത്. സ്റ്റോറേജ് ഗ്രാന്യൂൾസ് വിത്ത് പോളിസാക്കറൈഡ്സ് ഉണ്ട്. ആണെങ്കിൽ യൂക്കാരിയോട്ടിക്സിൽ എന്താണ്? ഗോൾജി അപ്പാരറ്റസ് എന്താണ്? പ്രസൻറ്റഡ് ആണ്. അതെങ്ങനെയാണ്? ഫ്ലാറ്റേൺഡ് സിംഗിൾ മെംബ്രെയിൻ വെസിക്കിൾസ് ആയിട്ടാണ്. അതായത് നമ്മുടെ യൂക്കാരിയോട്ടിക് സെൽസ് കാണുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ ഒരാളാണ് ഗോൾഗി അപ്പാരറ്റസ് എന്ന് പറയുന്നത്. പുള്ളിക്കാരെന്താ ഇങ്ങനൊരു രീതിയിലാണ്, ഈ ഒരു ഷേപ്പിലാണ് ചെയ്യുന്നത് കാരിയോട്ടിക് സെൽസിലെ സൈറ്റോപ്ലാസത്തിൽ കാണപ്പെടുന്നത്. ഇവിടെ ഒരു പോയിൻ്റായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൊക്കാരിയോട്ടിക്സ് എന്ത് ചെയ്യുന്നത്? അവരുടെ ന്യൂട്രിയൻസ് ഒക്കെ എന്ത് ചെയ്യുന്നു? കരുതി അവർ സ്റ്റോർ ചെയ്യുന്നത് സൈറ്റോപ്ലാസത്തിലാണ്. അത് എങ്ങനെയാണ്? ഏത് ഫോമിലാണെന്ന് വെച്ചാൽ മേ ബി ഗ്ലൈക്കജനായിട്ടും പിന്നെ ലിപ്പിഡ്സ് ആയിട്ടും പിന്നെ പറയുകയാണെങ്കിൽ പോളി ഫോസ്ഫേറ്റ് ആയിട്ടും പിന്നെ ചില കേസുകൾ എന്ത് ചെയ്യുന്നു? സൾഫറും അല്ലെങ്കിൽ നൈട്രജനുമായിട്ടൊക്കെ എന്ത് ചെയ്യുന്നു? ഇവർ നൈട്രജനൊക്കെ ആയിട്ടാണ് ഇവരുടെ ന്യൂട്രിയൻസ് ഒക്കെ എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്യുന്നത്. അടുത്തതാണ് ലൈസോസോം. ഇവിടെ എന്ത് ചെയ്യുന്നു? ആബ്സെൻ്റ് ആണ് ഈ ഒരു പ്രൊക്കാരിയോട്ടിക്കിൽ. അതൊരു പോയിന്റ് കിട്ടി. അപ്പോൾ നേരെ തിരിച്ചെന്തായിരിക്കും യൂക്കാരിയോട്ടിക്കിൽ? ലൈസോസോം പ്രസൻറ്റഡ് ആണെന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ്? സിംഗിൾ മെംബ്രെയിൻ വെസിക്കിൾ കണ്ടെയ്നിങ് പാക്കറ്റ്സ് ഓഫ് ഹൈഡ്രോലൈറ്റിക് എൻസൈംസ്. അതായത് ഈ ഒരു യൂക്കാരിയോട്ടിക് സെൽസിലെ ഈ ലൈസോസോം എങ്ങനെയാണ് കാണപ്പെടുന്നത്? ഒരു സിംഗിൾ മെംബ്രെയിൻ ആയിട്ടുള്ള വെസിക്കിളാണ്. ഇവരെന്ത് ചെയ്യുന്നു? ഒരു പാക്കറ്റായിട്ട് ഹൈഡ്രോലൈറ്റിക് എൻസൈംസിനെ എന്ത് ചെയ്യുന്നു? കീപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അടുത്ത പോയിന്റ് നോക്കാം. നമ്മുടെ പ്രൊക്കാരിയോട്ടിക്കിലോട്ട് വരാം. സെൽ ഡിവിഷൻ യൂഷ്വലി ബൈ ഫിഷൻ ബട്ട് നോ മൈറ്റോസിസ്. ഇവിടെ എന്ത് ചെയ്യുന്നു? മൈറ്റോസിസ് നടക്കുന്നില്ല. ലൈക്ക് ഇവിടെ ബൈനറി ഫിഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഒരു ഫിഷൻ വഴിയിട്ട് എന്ത് ചെയ്യുന്നു? ഇവരുടെ സെൽ ഡിവിഷൻ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ യൂക്കാരിയോട്ടിക് സെൽസ് ആണെങ്കിൽ സെൽ ഡിവിഷൻ ഒക്കെ ചെയ്യുന്നത് എങ്ങനെയാണ്? മൈറ്റോസിസ് വഴിയാണ്. ഈ ഒരു പറഞ്ഞ പ്രൊക്കാരിയോട്ടിക്കിൽ എന്താണ്? സൈറ്റോസ്കെൽട്ടൻ എന്താണ്? ആബ്സെൻ്റ് ആണ്. അപ്പോൾ നേരെ തിരിച്ച് യൂക്കാരിയോട്ടിക് സെൽസ് എന്താണ്? ഈ പറഞ്ഞ സൈറ്റോസ്കെൽട്ടൻ പ്രസൻറ്റ്. എന്താണ് ഈ സൈറ്റോസ്കെൽട്ടൻ? ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഈ സൈറ്റോസ്കെൽട്ടൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരമായിട്ടൊരു സ്ട്രക്ചറാണ്. ഈ ഒരു സൈറ്റോസ്കെൽട്ടൻ എന്താണ് ഹെൽപ്പാക്കുന്നതെന്ന് വെച്ചാൽ ഇവരുടെ സെൽസിൻ്റെ ഷേപ്പ്, ഇൻറ്റേർണൽ ഓർഗനൈസേഷനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ ഒരു സൈറ്റോസ്കെൽട്ടൻ ആണ്. അതേപോലെ തന്നെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? മെക്കാനിക്കൽ സപ്പോർട്ട് തരുന്നുണ്ട്. സെൽസിൻ്റെ ഡിവിഷന് വേണ്ടിയിട്ടും മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുന്നു? സൈറ്റോസ്കെൽട്ടൻ ഹെൽപ്പാക്കുന്നുണ്ട്. അപ്പം അതാണ് ഈ സൈറ്റോസ്കെൽട്ടൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. RNA ആൻഡ് പ്രോട്ടീൻ സിന്തസിസ് ഇൻ സെയിം കമ്പാർട്ട്മെൻറ്റ്. അപ്പം RNAയും പ്രോട്ടീൻ്റെയും സിന്തസൈസ് ചെയ്യുന്നത് സെയിം കമ്പാർട്ട്മെൻറ്റിലാണ്. അവിടെ പ്രൊക്കാരിയോട്ടിക്കിൽ. അടുത്തത് യൂക്കാരിയോട്ടിക്കിൽ എങ്ങനെയാണ്? RNA സിന്തസൈസ് ആൻഡ് പ്രോസസ്ഡ് ഇൻ ന്യൂക്ലിയസ്. ഈ RNA എവിടെയാണ് സിന്തസൈസ് ചെയ്യുന്നതും പ്രോസസ് ചെയ്യുന്നത് എവിടെയാണ്? ന്യൂക്ലിയസിലാണ്. പ്രോട്ടീൻ സിന്തസൈസ്ഡ് ഇൻ സൈറ്റോപ്ലാസം. ആ സംഭവം മറക്കരുത്. എങ്ങനെയാണ്? ഈ പറഞ്ഞ പ്രൊക്കാരിയോട്ടിക്കിൽ അവരുടെ RNAയും പ്രോട്ടീനും സിന്തസൈസ് ചെയ്യുന്നത് എവിടെയാണ്? സെയിം കമ്പാർട്ട്മെൻറ്റിൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ യൂക്കാരിയോട്ടിക്കോ ഇവരുടെ RNA സിന്തസൈസ് ചെയ്യുന്നതും പ്രോസസ്ഡ് ആവുന്നതൊക്കെ എവിടെയാണ്? ന്യൂക്ലിയസിലാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവരുടെ പ്രോട്ടീന് സിന്തസൈസ് ചെയ്യുന്നത് എവിടെയാണ്? സൈറ്റോപ്ലാസത്തിലാണ്. ആ രണ്ടിൻ്റെയും സിമിലാരിറ്റീസ് മനസ്സിലാക്കണം. ലാസ്റ്റത്തെ പോയിൻ്റാണ് എക്സാമ്പിൾസ് എന്താണ് നമ്മുടെ പ്രൊക്കാരിയോട്ടിക്കിന്? ബാക്ടീരിയ,
സൈനോബാക്ടീരിയ, അതായത് ഗ്രീൻ ആൽഗി എന്ന് പറയും. സൈനോബാക്ടീരിയ, ഗ്രീൻ ആൽഗി. പിന്നെ ഇത് റിക്കറ്റ്സിയ. ഇതാണ് നമ്മുടെ പ്രൊക്കാരിയോട്ടിക്കിൻ്റെ എക്സാമ്പിൾ. അങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ യൂക്കാരിയോട്ടിക്കിൽ പ്രൊട്ടിസ്റ്റ് വരും, ഫംഗി വരും, പ്ലാന്റ്സ് വരും, അനിമൽ സെൽസ് വരും. സോ ഇത്രയേ ഉള്ളൂ ഈ പറഞ്ഞ പ്രൊക്കാരിയോട്ടിക്കും യൂക്കാരിയോട്ടിക് സെൽസ് തമ്മിലുള്ള ഡിഫറൻറ്റ്. അപ്പം നമ്മൾ എന്തൊക്കെയാണ് ഈ പറഞ്ഞ പ്രൊക്കാരിയോട്ടിക്കിൽ ആരൊക്കെ ഇല്ലാന്ന് വെച്ച് നോക്കണം. ഹിസ്റ്റോൺസ് ആബ്സെൻ്റ് ആണ്, ന്യൂക്ലിയ ആബ്സെൻ്റ് ആണ്, മൈറ്റോകോൺട്രിയ ആബ്സെൻ്റ് ആണ്, ഗോൾഗി അപ്പാരറ്റസ് ആബ്സെൻ്റ് ആണ്, അതേപോലെ ലൈസോസം ആബ്സെൻ്റ് ആണ്, സൈറ്റോസ്കെൽട്ടൻ ആബ്സെൻ്റ് ആണ്. പിന്നെ സെൽ ഡിവിഷൻ ഇവിടെ നടക്കുന്നത് എങ്ങനെയാണ്? ഫിഷൻ ത്രൂ ആണ്, പക്ഷേ മൈറ്റോസിസ് ഇവിടെ നടക്കുന്നില്ല. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഇവിടെ വരികയാണെങ്കിൽ യൂക്കാരിയോട്ടിക് സെൽസിൽ ആരൊക്കെയാണ് പ്രസൻറ്റ്? ഹിസ്റ്റോൺസ് പ്രസൻറ്റ് ആണ്, അതേപോലെ ന്യൂക്ലിയസ് ഇവിടെ പ്രസൻറ്റ് ആണ്. അങ്ങനെ പിന്നെ പറയുകയാണെങ്കിൽ ഇവിടെ സെൽ ഓർഗനൈൽസ് എന്നാണ് പ്രസൻറ്റ് ആണ്, റൈബോസം പ്രസൻറ്റ് ആണ്. എവിടെയാണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലാണ്. മൈറ്റോകോൺട്രിയ പ്രസൻറ്റ് ആണ്, പിന്നെ ഗോൾഗി അപ്പാരറ്റസ് പ്രസൻറ്റ് ആണ്, ലൈസോസം പ്രസൻറ്റ് ആണ്. ഇവരുടെ സെൽ ഡിവിഷൻ നടക്കുന്നത് മൈറ്റോസിസിലാണ്. പിന്നെ ലാസ്റ്റ് പറഞ്ഞത് സൈറ്റോസ്കെൽട്ടൻ ഇവിടെ എന്താണ്? പ്രസൻറ്റ് ആണ്. പിന്നെ അവരുടെ എക്സാമ്പിൾസും നോട്ട് ചെയ്ത് കമ്പയർ ചെയ്ത് മനസ്സിലാക്കാം.